ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് വളരെ സന്തോഷമുണ്ട്. കാര്യം കൂടെ കുട്ടേട്ടനും കൂടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിലാണ് കൂടുതൽ സന്തോഷം. കാരണം കുട്ടേട്ടൻ്റെ എനിക്കൊന്ന് ഫിലിം കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് പുള്ളി പൂക്കാലത്ത് കാണിച്ചിരിക്കുന്നത്. സോ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് തന്നെ കട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഓൾസോ പുള്ളി നിറഞ്ഞാടിയിട്ടുണ്ട് ആക്ച്വലി ആ സിനിമയിൽ. അപ്പം അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതും കാര്യങ്ങളും എല്ലാം നോക്കിയും കണ്ടുമൊക്കെ വെക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വലിയ ചലഞ്ചായിരുന്നു. സോ എല്ലാ രീതിയിലും ഭയങ്കര സന്തോഷമുണ്ട്. ലൈക്ക് ഹോൾ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് പൂക്കാലം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഗണേഷ് ആൻഡ് വിനോദ് ഷൊർണൂർ, ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ് വിനോദ് ഷൊർണൂർ. അവർ രണ്ടുപേരും സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും നല്ലൊരു നമുക്കൊരു ഔട്ട്കം തരാൻ പറ്റില്ലായിരുന്നു. ബട്ട് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു. അത്ര സാധാരണ വലിയ എക്സ്പോഷർ ഒന്നും കിട്ടാത്തൊരു മേഖലയാണല്ലോ എഡിറ്റിംഗ്. സമീപകാലത്ത് നമുക്ക് അധികം കിട്ടിയിട്ടില്ല അവാർഡുകൾ എഡിറ്റിംഗിന്, ദേശീയ അവാർഡ് കേരളത്തിലേക്ക്. അപ്പൊ അതൊരു നിങ്ങളുടെ മേഖലയും കൂടി ഒരു റെക്കഗ്നീഷനാണ്. അതെ അതെ. ലൈക്ക് എഡിറ്റേഴ്സിനെ അങ്ങനെ അധികം പബ്ലിക്കിന് അധികം നോക്കാറില്ല, കാണാറില്ല. അങ്ങനെയാണല്ലോ എഡിറ്റേഴ്സിന്റെ ജോബ് തന്നെ അതാണ് ആക്ച്വലി. പക്ഷെ ഇപ്പോൾ ഇങ്ങനത്തെ അവാർഡുകൾ കിട്ടുന്നതിനാണ് ഏറ്റവും വലിയൊരു പ്രചോദനം അതിനു വേണ്ടി. ഇപ്പോൾ കഴിഞ്ഞ വർഷം മഹേഷിന് കിട്ടിയിരുന്നു ആട്ടം നല്ല മികച്ചൊരു സിനിമയായിരുന്നു. സോ കഴിഞ്ഞ വർഷം മഹേഷിന് കിട്ടി. ഈ വർഷവും മലയാളത്തിൽ തന്നെ കിട്ടി. അതും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് മലയാള സിനിമയ്ക്ക്. സോ ഹാപ്പി. ഇതിന്റെ കരിയർ എങ്ങനെയായിരുന്നു? തുടക്കം തുടങ്ങി ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ എത്രത്തോളം ഒരു പ്രോഗ്രസ് ആയിട്ടുണ്ട്? അത് നിങ്ങൾ 2012 ഞാൻ സിനിമയിലേക്ക് ഇറങ്ങിയതാണ്. ഷോർട്ട് ഫിലിംസ് അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഞാനും ഗണേഷും എല്ലാവരും കൂടെ ഒരേ സമയത്താണ് ഇറങ്ങിയത്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഗണേഷിന്റെ സിനിമയ്ക്ക് തന്നെ ഒരു അവാർഡ് കിട്ടുക എന്നുള്ള രീതിയിൽ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ് ആണ്. സോ ഇനിയും ഇതുപോലെ ഒരുപാട് സിനിമകൾ ഗണേശൻ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ. സോ അതാണ് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു രീതി തന്നെ മാറ്റുന്നതാണല്ലോ അതെ എഡിറ്റിംഗ്. അതെ. എങ്ങനെയാണ് പുതിയൊരു കാലത്ത് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് എങ്ങനെ ഒരു ഫോർമാറ്റാണ്, എന്താണ്? അങ്ങനെയല്ല. ഇപ്പം ഏതൊരു സിനിമയാണെങ്കിലും നമ്മൾ എഡിറ്റേഴ്സ് മെയിൻലി നോക്കുന്നത് ഇമോഷനാണ് ആക്ച്വലി. ഇമോഷൻ ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യുക എന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അതാണ് ഒരു എഡിറ്ററിന്റെ ജോബ് ഫസ്റ്റ് ഓഫ് ഓൾ. സോ ആ ഇമോഷൻ കൺവേ ചെയ്യുന്നത് പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ ഒന്നും പറയണ്ട, ഫുൾ ഇമോഷണലി റിട്ടൺ സ്ക്രിപ്റ്റ് ആണ്. വളരെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റിട്ടൺ സ്ക്രിപ്റ്റ്. സോ അതില് അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഇപ്പൊ സിനിമയിലുള്ളതിനെക്കാട്ടും ഒരു 20 മിനിറ്റ്സ് എക്സ്ട്രാ ഓഫ് കുട്ടേട്ടന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഇപ്പോൾ സിനിമയിൽ കാണുന്നതിനെക്കാട്ടും ഗംഭീരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക്കാണ്. സോ അതെ, വളരെ ഹാപ്പിയിലാണ് ഈ ഒരു പെർഫോമൻസ്. പുള്ളി വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനും ഡയറക്ടർ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഫോൺ എടുക്കുന്നില്ല. പുള്ളി എവിടെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ പുള്ളി കിട്ടിയാലും വളരെ സന്തോഷം. പുള്ളിക്കാരൻ ഇത്രയും വർഷങ്ങളിൽ പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അതാണ് എനിക്ക് പറയാനുള്ളത്. പൂക്കാലത്തിൽ ഞാൻ കണ്ടതാണ് എല്ലാ രീതിയിലും. അപ്പം അതിലും ഭയങ്കര സന്തോഷമുണ്ട്. കുട്ടേട്ടൻ മാത്രമല്ല, ലീലാമ്മയുടെയും ഒരു മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയിലുള്ളത്. പുള്ളിക്കാരി KPSC കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് ഇത്രയും നല്ലൊരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. സോ അതിന് സന്തോഷമുണ്ട്. പിന്നെ ഹോൾ കാസ്റ്റ് ആൻഡ് ക്രൂ, ആനന്ദ് ആണെങ്കിലും സച്ചിൻ വാര്യർ എല്ലാം, ലൈക്ക് എവരിവൺ, നമ്മുടെ AD മാർ എല്ലാവരും. സോ ഇറ്റ്സ് എ ബിഗ് ഹാപ്പി ഫോർ മീ റൈറ്റ് നൗ.